വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പോലീസിൻ്റെ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഫോറൻസിക് വിദഗ്ധരുണ്ട്, അതുപോലെ തന്നെ കെഡാവർ ഡോഗിനെ ഉപയോഗിച്ചുള്ള പരിശോധന, അതുപോലെ ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള പരിശോധന നടക്കുന്നുണ്ട്. വിപുലമായിട്ടുള്ള പരിശോധന അവിടെ പുരോഗമിക്കുമ്പോൾ ഇവിടെ ഉച്ച സമയത്ത് ഒരു ആശ്വാസമാകുന്നത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണമാണ്. ഇവിടെ എത്തിയിട്ടുള്ള ഈ ദുരന്ത സമയത്ത് സഹായവുമായി എത്തിയിട്ടുള്ള നിരവധി പേരെ നമുക്കിവിടെ കാണാനാവുന്നു. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് ഇവിടെ പൊതിച്ചോറ് എത്തിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാവുന്നവർക്കെല്ലാം ഭക്ഷണം എത്തിച്ചു നൽകുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി, ഡിവൈഎഫ്ഐയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി. ഇപ്പോൾ വലിയ ഒരു ദുരന്ത സമയത്താണ്, അപ്പോൾ ആശയമാവുകയാണ്, വലിയ കൈത്താങ്ങാവുകയാണ്. അപ്പോൾ ഭക്ഷണമെങ്കിൽ അതെങ്കിലും എത്തിച്ചു നൽകുക എന്നുള്ള വലിയ ഒരു കാര്യമാണ്, വലിയ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ നാടാകെ ഒരു വേദന നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടന എന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ടാകാവുന്നത് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഭക്ഷണം ഇവിടെ എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായത് തൊട്ട് നമ്മുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ സഖാക്കൾ, ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഇവിടെ ഉണ്ട്, പൂർണ്ണസമയമായിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നമ്മൾ വൈകുന്നേരം ഇന്നലെ വൈകിട്ട് തൊട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. മെഡിക്കൽ കോളേജിലെ നേഴ്സിംഗ് സ്റ്റാഫുകൾക്ക് ഈ ദുരിതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇന്നലെ വൈകിട്ട് ഭക്ഷണം കൊടുത്തു, കാലത്ത് കൊടുത്തു, ഉച്ചയ്ക്കും എല്ലാം ഭക്ഷണത്തിൻ്റെ കാര്യം ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. കുടിവെള്ളം എത്തിക്കുന്നുണ്ട്. ഞങ്ങളോട് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകരും സഹാക്കളും എല്ലാം ഇവിടെയുണ്ട്. ഇത് ഞങ്ങൾ വടക്കാഞ്ചേരി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ആ സമയം, അപകട സമയം മുതൽ നമ്മളുടെ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് എല്ലാ മേഖലാ കമ്മിറ്റിയിലെ സഹാക്കളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ഇവിടെ എല്ലാ ഗവൺമെൻറ് സംവിധാനത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും പിന്തുണകളും കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഈ 24 മണിക്കൂർ ആവുന്ന ഈ വേളയിലും ഇവിടെ ഉണ്ട്. നമുക്ക് കഴിയാവുന്ന ഒരു സഹായം എന്നുള്ള നിലയിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. ഇനി ഫോഴ്സ് നമ്മളോട് ആവശ്യപ്പെടുന്ന രീതിയിൽ ഇനി എന്താണോ വേണ്ടത് അതിന് സന്നദ്ധരായിട്ടുള്ള ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. അതിലും വലിയ ഒരു കാര്യമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുടിവെള്ളം എത്തിക്കുന്നുണ്ട്, അതുപോലെ തണ്ണിമത്തൻ ഉൾപ്പെടെ കഷ്ണിച്ചുകൊണ്ട് അത് ഇവിടെ എത്തിച്ചു നൽകുന്നുണ്ട്, അതുപോലെ നേന്ത്രപ്പഴം മുറിച്ചുകൊണ്ട് അതും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ വലിയ ആശ്രയമാകുകയാണ്, വലിയ ആശ്വാസമാകുകയാണ് ഡിവൈഎഫ്ഐയുടെ ഈ പൊതിച്ചോറ് വിതരണവും അതുപോലെ ഈ ഭക്ഷ്യവസ്തുക്കളുടെ വിതരണവും. തൃശ്ശൂരിൽ നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.